വെളുപ്പിന് ഒരു 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഈ ആനയെ കണി കണ്ടോണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ആദ്യകൂട്ടം ഇറങ്ങി എൻ്റെ മടിയിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. സീറ്റിന്റെ ബാക്കിൽ അവൻ്റെ പോർട്ടബിൾ ബെഡൊക്കെ നമ്മൾ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്കിൽ അവൻ കുറച്ച് നേരം കിടന്ന് തുടങ്ങി, പിന്നെ നമ്മുടെ മടിയിൽ വന്നു. ഇത്രയും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ എവിടെ വന്നേക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഏകദേശം ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ അനീഷിനെ അക്ഷയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ കുറച്ച് പേർക്കൊന്നും മനസ്സിലാകും. നമ്മുടെ ഹൾക്കിൻ്റെയും ക്യൂൻ ഓഫ് ഹൾക്കിൻ്റെയും വീട്ടിലാണ് വന്നിട്ടുള്ളത്. ആൾക്ക് ചെറിയൊരു ബ്രൈഡൽ ലുക്ക് കൊടുത്തൊന്ന് സുന്ദരിയാക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഡ്രോപ്പ് ഓഫ് ചെയ്തൊരു സ്വപ്നം എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സകല സപ്പോർട്ട് തന്ന എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവളൊരു ഹിന്ദു ബ്രൈഡൽ സുന്ദരി കുട്ടിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. കാര്യം കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞെങ്കിലും മന്ത്രകോടി കൊടുത്ത് വന്നപ്പോൾ ആൾ ശരിക്കൊരു കല്യാണ പെണ്ണായിട്ടുണ്ടായിരുന്നു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ കാരണം തന്നെ ബ്ലൗസ് കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു. അവൾ നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഡോണപ്പിന് ഫീഡ് ചെയ്യാൻ പോയിട്ട് സാരി അവിടെ ഇവിടെ കുറച്ച് ചുളുങ്ങിയും പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും അവൾ ഓവറോൾ ഹാപ്പി ആയിരുന്നു. അങ്ങനെ വർക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ബ്രൈഡൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പേജും നമ്പറും താഴെ മെൻഷൻ ചെയ്തൊക്കെ ജസ്റ്റ് ഒന്ന് DM ചെയ്യും. അങ്ങനെ വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്കും നല്ല കിഡിലും ഇട്ടിയും മഴയും കാറ്റും വരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തേക്ക്. ലവ് യു ആൻഡ് ബൈ.